ഹായ്, മിൻഹാജ് ബിൽഡേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ തലക്കെട്ടും കെട്ടിയിട്ട് ഇറങ്ങിപ്പോകുന്നത് എവിടേക്കാണെന്നറിയോ? നമ്മളെ കുന്നംകുളം കക്കയം സൈറ്റിലെ കട്ട്ലയും ജനലും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടേക്കുള്ള പോക്കാണ്. അപ്പോൾ എന്നോട് നൂറുദ്ദീൻ കോയക്കുഞ്ഞ് എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഉള്ള ഒരു ഇക്കക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൈ പിടിക്കാതെ ഒന്ന് നടന്നിട്ടൊന്ന് കാണിച്ചെന്ന്. കൈ പിടിക്കാതെ ഇതുപോലെയൊക്കെ നടക്കുന്നതിന് പ്രശ്നമില്ല, പക്ഷെ എന്തെങ്കിലും ഒന്ന് തട്ടി വെറുതെ വീഴണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പിടിക്കുന്നതാണ്. കൈ പിടിക്കാതെ തന്നെയാണ് ഒരുപാട് കാലം നടന്നുകൊണ്ടിരുന്നിരുന്നത്. ഇപ്പോൾ കുറച്ച് തടി കൂടിയതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഒപ്പം വരുന്ന ആളുകൾ എപ്പോഴും ഇങ്ങനെ കൈ കാണിക്കും, അപ്പോൾ ഞാൻ അവരെ പിടിച്ച് അങ്ങനെ നടക്കും. അപ്പോൾ അത് കുറച്ച് ഒരു മടി പിടിച്ച പോലെ ആവുകയും ചെയ്തു എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അടുത്ത് ഒന്ന് രണ്ടാളുകൾ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഇങ്ങനെ ഷാൾ കെട്ടണ്ട, അത് ഭംഗിയില്ല അതൊക്കെ കേട്ടോ, എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വേണ്ടേ, എന്തെങ്കിലും ഒരു ചേഞ്ച് വേണ്ടേ. അങ്ങനെ ഞങ്ങൾ സൈറ്റിലെത്തിട്ടോ. ഞാൻ കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നോക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം ഇറക്കുന്നത് എന്നുള്ളൊരു മുഖഭാവമൊക്കെയാണ് എൻ്റെ ഫേസിൽ എനിക്ക് കാണുമ്പോൾ തോന്നുന്നത്. പാവങ്ങൾ അവർ കഷ്ടപ്പെട്ട് ഇറക്കുന്നത്. ഞാനിങ്ങനെ നോക്കിയിരുന്ന് എന്തൊക്കെയോ കമൻസ് പറയുന്നുണ്ട് നാസറക്കരുടെ അടുത്ത്. പിന്നെ കുഴപ്പമില്ല, മരങ്ങൾ മെർബോ ആണ് കേട്ടോ മരം, അത് കാരണം നല്ല മരം തന്നെയാണ്. മെർബോ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്, അതിനനുസരിച്ച് നല്ല ഗുണവും ഉണ്ട് അതിന്. ഇപ്പോൾ നോർമൽ റേറ്റിലൊക്കെ ചെയ്യുമ്പോൾ പ്ലാവ് ഫ്രണ്ട് മാത്രം തേക്ക്, ബാക്കി പ്ലാവ് അല്ലെങ്കിൽ ആഞ്ഞിലി അങ്ങനെയൊക്കെയാണ് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ മെർബോ എടുക്കുമ്പോൾ ഇതിന് തേക്കിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലെന്ന് പറഞ്ഞ മാതിരിയാണ് പലപ്പോഴും മെർബോക്കുള്ളൊരു റേറ്റ് വരുന്നത്. പക്ഷേ അതിനനുസരിച്ച് നല്ല മരമാണ് കേട്ടോ അത്. അപ്പോൾ സൈറ്റിൽ ഇതുപോലെ കൊണ്ടുവന്ന് വെക്കുമോ, നമ്മൾ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് പിന്നെ ആ വണ്ടി തിരിച്ചു പോയതിന് ശേഷം വീണ്ടും വന്ന് നോക്കുമ്പോൾ ബുദ്ധിമുട്ടാവില്ല. ചിലപ്പോഴൊക്കെ രാത്രിയിൽ വരാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ വിശദമായിട്ടുള്ളതൊന്നും ക്ലിയർ ആക്കാൻ പറ്റില്ല. കംപ്ലയിൻറ്റ് വന്നാൽ അവരുടെ അടുത്ത് പിന്നെ എടുത്തിട്ട് കൊണ്ടുപോയി വേറെ മാറ്റി ചെയ്യാൻ പറയും, അല്ലാണ്ട് വേറെ നിവർത്തിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അതെല്ലാം ഇങ്ങനെ അട്ടിയിട്ടു. നമ്മളതൊക്കെ വീഡിയോ ഫോട്ടോ എടുത്ത് നമ്മളെ ക്ലയൻറ്റിന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ഇങ്ങനെ എടുക്കുന്നത്. കാരണം അവരൊന്നും ഇവിടെ നാട്ടിലില്ലാത്ത ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഡീറ്റെയിൽസുകളും അപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ട് അവർക്ക് ഇങ്ങനെ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ എല്ലാതും നല്ല സുരക്ഷിതമായിട്ട് അവിടെ അട്ടിയിട്ട് അവർ പോയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ അടുത്ത പരിപാടിയാണ്. അപ്പോൾ പിന്നെ നമ്മൾ കൊണ്ടുവന്ന ജനലുകളൊക്കെ നന്നായിട്ട് വെച്ചു. അപ്പോൾ അത് വെച്ചതിന് ശേഷം വീണ്ടും വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ ക്ലയൻറ്റിന് വേണ്ടിയിട്ട് അയച്ചു കൊടുത്തതാണ്. അപ്പോൾ നന്നായിട്ട് കാറ്റും വെളിച്ചവും ഒക്കെ വരുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ഡിസൈൻ ചെയ്യുന്നത് തന്നെ കേട്ടോ. പലപ്പോഴും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പ്ലാൻ ഡിസൈൻ ചെയ്യാൻ പറ്റാതിരിക്കുക നമ്മളെ ക്ലയൻറ്റുകൾ എന്ത് പറയുന്നത് വെച്ചാൽ അവർ സ്ക്വയർ ഫീറ്റിന് അവർ റെസ്ട്രിക്ഷൻ വെക്കും, ഇത്ര പാടുള്ളൂ എന്ന്. അപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ബെഡ്റൂമോ അല്ലെങ്കിൽ ബാത്റൂമോ ഹാളിലോ ഒക്കെ ആയിട്ട് ചില കാര്യം നമുക്ക് പറയുന്ന എല്ലാ റിക്വയർമെൻറ്റ്സും നമ്മൾ കൊടുക്കുകയും വേണം. സിറ്റ് ഔട്ട്, ഹാള്, അതുപോലെ തന്നെ ബെഡ്റൂം ഇത്ര വേണം, ഇത്ര ബാത്റൂം വേണം, അതുപോലെ ഡൈനിങ് ഹാള് വേണം, കിച്ചൺ വേണം, വർക്ക് ഏരിയ വേണം എന്നൊക്കെ പറയും. പക്ഷേ നമുക്ക് സ്ക്വയർ ഫീറ്റ് കുറവാകുമ്പോഴത്തേനും നമ്മളെ ഡിസൈനിങ്ങിലൊക്കെ ചെറിയ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് പിന്നീട് വരുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ വാസ്തു ബേസ്ഡ് പ്ലാൻ ആവുന്നത് കൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ നമുക്ക് അങ്ങനെ റൂമിൻ്റെ സൈസ് ചെറിയൊരു